എടാ പണിയെടുക്കാൻ വന്നാൽ പണിയെടുക്കണം, അല്ലാതെ പണിയെടുക്കുന്ന പോലെ അഭിനയിച്ച് നാട്ടുകാരെ കാണിക്കല്ല വേണ്ടത്. അല്ലാണ്ട് ഒരു മറ്റേ പണി എടുത്തിട്ടേ പേരുണ്ടാക്കുന്ന പരിപാടി നിർത്തും. ചേട്ടാ എൻ്റെ 4ാമത്തെ പാടമാണ്. എൻ്റെ പൊന്നു മക്കളെ ഇതിൽ കൂടുതൽ തരാൻ ഒരു വകുപ്പുമില്ല. ഓ എടാ ഈ ജയരാജിൻ്റെ അത്രയും പണിയൊന്നും നിനക്കില്ലല്ലോ, ഉണ്ടോ? പുള്ളിക്ക് പഴയ കാശ് തന്നെ കൊടുക്കുന്നത്. അപ്പോഴാ ഒന്ന് പോയേ ഇതെന്ത് കഷ്ടമാണ് ദേടാ ആ അവിനാശനോട്. ചേട്ടാ അവന് എത്ര കൊടുക്കണേ? അവൻ്റെ ഫസ്റ്റ് പടമല്ലേ, 5000. അത് കുഴപ്പമില്ല, ഇപ്പൊ ഒരു സമാധാനമായി. എന്നാ ഞങ്ങൾ പോട്ടെ, കുറച്ച് പാക്കിംഗ് ബാക്കിയുണ്ട്. ഓ നീ ചോദിക്കി. എടാ അവിനാശ്, നീ ഇറങ്ങുവാണോ? പിന്നീട് പെറ്റെടുക്കാൻ പറ്റുമോ? അല്ലടാ ഞങ്ങൾ ഇറങ്ങുവാണ്, നീയും വരുന്നുണ്ടോ എന്ന് അറിയാൻ ചോദിച്ചാ. അതിന് നീ എന്തിനാ ഇങ്ങനെ ഇടന്ന് ചൂടാവുന്നേ? വന്നപ്പോഴും മര്യാദ അവനോട് ഞാൻ പറഞ്ഞ ഇത്ര ആത്മാർത്ഥ കാണിക്കണ്ടാണ്. എടാ ജയനാളത്ര ശരിയൊന്നുമല്ല, അയാൾക്ക് തല നിറച്ച് കോംപ്ലക്സ് ആണ്. ഒരാൾ നന്നാവണ കണ്ടുകൂടാ, അതല്ല ഞങ്ങൾ മാറി കിടക്കണം. മതി നിർത്ത്. ഞാനും പുള്ളി തമ്മിൽ പല പ്രശ്നം ഉണ്ടാവും, അതിന്റെ ഇടയ്ക്കടി ഉണ്ടാക്കാൻ വരരുതിട്ടാ. നിന്നെ പോലെ ഇവിടെ അരി വെച്ച് പണിയെടുക്കാൻ ഞാൻ ആലോചിക്കുന്നില്ല. ഞാൻ പണിയെടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് തീർത്തു പോകാൻ എനിക്കറിയാം. ഇന്നലത്തെ തുടങ്ങിയാണ് നീ അവനും കൂടി കൊണാന്ന്. ഇനി ഇമ്മാരുടെ ഡയലോഗിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, സീനിയർ ആണെന്ന് നോക്കത്തില്ല, ഇടിച്ച് മുക്കിയാൻ പൊളിക്കും. പോടാ. നമ്മൾ തെറ്റുവരെ. ചേട്ടാ പേയ്മെന്റ് വല്ലതും ഉണ്ടോ? ഉണ്ട്. എത്രയാണ്? 25,000. ആദ്യത്തെ പടത്തിൽ ഇത്രയൊക്കെ കിട്ടും? ആ സാഹചര്യം പോലെ ഇരിക്കും. ആ സാഹചര്യം പോലെ ഇരിക്കുമെന്ന് മൊത്തം ഉണ്ട്. ഓക്കെ എന്നാ ബൈ. സകൃതകൃതരായ നാട്ടുകാരെ, അങ്ങനെ ഏറെ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ DIGയുടെ നേതൃത്വത്തിൽ ഇഡ്ഡലി സാമ്പാർ ഞങ്ങൾ ഇവിടെ വിജയകരമായി ഉണ്ടാക്കിയിരിക്കുകയാണ്. കഴിക്കാൻ ആഗ്രഹമുള്ളവർ ഉടൻ തന്നെ ഈ ഹാളിൽ എത്തിച്ചേരണമെന്ന് ഞാൻ വിനീതപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അവസാനം തീർന്നു പോയെന്ന് പരാതി പറയരുത്. വേഗം പാടാ, വിശന്നിട്ട് വയ്യ മനുഷ്യന്. നല്ല മണം. ഞാൻ ഉണ്ടാക്കിയതാ. നീ പേടിക്കണ്ട, ആകെപ്പാടെ 2 വെണ്ടക്കായിരിക്കും, അതിനാണ്. വെണ്ടക്കില്ലാത്ത സാമ്പാറിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല സാർ. കൂടുതൽ ചിന്തിക്കണ്ട, മുണിക്കോ. വേണ്ടെന്ന് പറഞ്ഞ വേണ്ട. ഇപ്പൊ എത്ര ദിവസമായി എപ്പൊ നോക്കിയാലും ഒരു ഉപ്പുമാവ്. എനിക്ക് വേണ്ട, ഞാൻ പുറത്ത് ഇവിടെ നിന്ന് കഴിക്കാനല്ലേ? ഇവിടെ അങ്ങനെ കാര്യം. നല്ല ചൂട് ഇഡ്ഡലി സാമ്പാറും സൂപ്പറാ. 1 2 കഴിച്ചോ. സ്പൂൺ. സാമ്പാർ ഒഴിച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ സ്പൂൺ? അതല്ല, എനിക്കിത് കഴിക്കണമെങ്കിൽ സ്പൂൺ വേണം. അയ്യേ, ഇഡ്ഡലി ആരെങ്കിലും സ്പൂൺ വെച്ച് കഴിക്കൂ? ഇഡ്ഡലി ഇങ്ങനെ സാമ്പാറിൽ ഞെരടി ഇങ്ങനെ കഴിക്കണം. അയ്യേന്നാ, ഞാൻ ചെറുപ്പം തൊട്ട് വീട്ടിൽ ഇഡ്ഡലി സ്പൂൺ വെച്ചാ കഴിക്കണേ. അങ്ങനെ ഞങ്ങളെ എങ്ങനെയാ ശീലിപ്പിച്ചിരിക്കണേ? സ്പൂൺ താ മോളെ. ഓരോ ഫുഡ് കഴിക്കുന്നതിനും ഓരോ രീതിയുണ്ട്. ഫ്രൈഡ് റൈസ് നമ്മൾ സ്പൂൺ വെച്ചിട്ടാ കഴിക്കാം. ഓരോ ഫുഡിന്റെയും കൾച്ചറിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം മോളെ, റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. അതിപ്പോ ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. ദിവ്യ സ്പൂൺ വെച്ച് കഴിച്ചോ, ഞാൻ എടുത്തിട്ട്. നോ സാംബോ, യു ആർ റോങ്. ഇപ്പം നൈഫും ഫോർക്കും സ്പൂണും ഇല്ലാതെ ഭക്ഷണം തൊടുക പോലും ചെയ്യാതെ സായിപ്പന്മാർ വരെ ബർഗർ കഴിക്കുന്ന എങ്ങനെ? ഇങ്ങനല്ലേ? അതെന്താണ് ബർഗർ കഴിക്കണം? അങ്ങനെയാണ്. ദാറ്റ്സ് കോൾഡ് ബർഗർ കൾച്ചർ. വാട്ട് എ പോയിന്റ് DIG. ഭാര്യ തരണം, അത് നമ്മുടെ കൾച്ചറിലുള്ളതാണ്. എടാ പണിയെടുക്കാൻ വന്നാൽ പണിയെടുക്കണം. സന്ദീപ്, എന്താട്ടാ? ഞാൻ എത്ര നേരമായിട്ട് ഓർഡർ ചെയ്തിട്ട്? അയ്യാണ് ഓർഡർ ചെയ്താ? സാൻഡ്വിച്ച് അല്ലേ? ഇപ്പൊ കൊണ്ടുവരാട്ടാ. സോറി ടാ. തുള്ളി അല്ലെങ്കിൽ വേണ്ട, ഇനി അതെന്താന്ന് ചോദിച്ചു വെറുപ്പിക്കും. നല്ല വിശപ്പുണ്ടല്ലേ? കഴിച്ചോട്ടാ.
എടാ സന്ദീപ് നീ വന്നടാ. എന്താടാ ഇതെന്താടാ? സാൻഡ്വിച്ച്? എന്ത് സാൻഡ്വിച്ച്? വെജ് സാൻഡ്വിച്ച് അല്ല ചേട്ടൻ ഓർഡർ ചെയ്തത്. എന്നിട്ട് നീ എന്താണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത്? വെജ് സാൻഡ്വിച്ച്. എടാ ഇത് ചിക്കനാടാ. ചിക്കനാണ് ചേട്ടൻ്റെ ബാക്കിയോട്ടാ. ഞാനൊക്കെ പായസം കുടിച്ച് അണ്ടിപ്പരിപ്പ് പോലും കിട്ടാറില്ല. അതെ, ആരോട് പറയണ്ട, കഴിച്ചു കഴിച്ചോ. എടാ നിനക്ക് തോന്നുന്ന കഴിക്കാനാടാ ഞാൻ വന്നിരിക്കുന്നത്. എന്താ ഡാവി? നിനക്ക് തോന്നുന്ന ആൾക്കാരെ കഴിപ്പിക്കാനാണ് നിങ്ങൾ തുറന്നു വെച്ചിരിക്കുന്നത്. നിങ്ങളാ? നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയണത്? എന്താടാ സന്ദീപേ? അത് ഞാനൊരു വെജ് സാൻഡ്വിച്ച് ആണ് ഓർഡർ ചെയ്തത്. എന്നിട്ട് അവൻ കൊണ്ടുവന്ന ചിക്കനാണ്. അത് പറഞ്ഞപ്പോ ഇവൻ അതിനിപ്പോ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ മാറ്റി കൊണ്ടുതരാം. മാറ്റി തരാൻ ചേട്ടാ. എനിക്ക് നിങ്ങളുടെ ഒരു മറ്റതും വേണ്ട. അവിനാശ് ചേട്ടാ, അവി നിക്കടാ. എന്താ സന്ദീപ് ഇതൊക്കെ? എനിക്കറിയാൻ പാടില്ല. സത്യമായിട്ട് എടാ സാം എന്താടാ അപ്പുറത്തെങ്ങനെ പോയിട്ടാ? ഞങ്ങൾ സംസാരിക്കണൂടെ, അതിന്റെ ഇടയിൽ കൂടെ വന്നിരിക്കണം. എടാ ഞാൻ സിനിമ കാണാണ്ടൂടെ? നിങ്ങൾക്ക് പത്താം പേര് സംസാരിച്ചൂടെ? നോക്കട്ടെ ഏതാ ഇവിടെ സിനിമ? അയ്യോ ചക്ര ഇന്ത്യ. ഇവ ശരിയാക്കി തരാം. ഈ സിനിമയുടെ ക്ലൈമാക്സിൽ ഇന്ത്യൻ ടീം ഫൈനലിലെത്തി അവിടെ ഓസ്ട്രേലിയൻ ടീമിനെ പെനാൽറ്റി ഷൂട്ടുകൊണ്ട് തോപ്പിക്കും. എടുത്തണ്ടി യെസ് കുറെ നാളായാലും തുടങ്ങിയിട്ട്. യെസ് ഞാൻ ശരിയാണ് ഇപ്പൊ സിനിമ കണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. യെസ്. പക്ഷെ എനിക്കൊരു വ്യത്യാസമുണ്ട്. എനിക്ക് ഇതിനേക്കാൾ വിവരമുണ്ട്. എടാ അങ്ങനെ ഒരു ഗുണമില്ലാത്ത കാര്യങ്ങളുടെ വിക്കിപീഡിയ ആവാൻ എനിക്ക് താല്പര്യമില്ലടാ. എന്റെ ലക്ഷ്യം സിനിമയാണ്. അതിനെപ്പറ്റി എനിക്ക് അത്യാവശ്യം വിവരമുണ്ട്. അത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. എന്നാ പറ, നീ വലിയ സിനിമാക്കാരനല്ലേ? യെസ്. ഇന്ത്യയിൽ ആദ്യത്തെ നാഷണൽ അവാർഡ് കിട്ടിയ സിനിമ ഏതാ? അത് പോട്ടെ, നാഷണൽ അവാർഡ് കൊടുത്ത വർഷം ഏതാണ് ആദ്യമായിട്ട്? 1954. ലോ ബീഗാ ജമീൻ. ഇത് പറ, നാഷണൽ അവാർഡ് കിട്ടിയ ആദ്യത്തെ മലയാള സിനിമ നടി ആരാണെന്നറിയോ? നല്ല 1968 തുലാഭാരം എന്ന സിനിമയിലെ അഭിനയത്തിന് ശാരദാമ്മയ്ക്കാണ് ആദ്യത്തെ അവാർഡ് കിട്ടിയത്. ഏതൊരമ്മയ്ക്കാണെന്ന് അറിയായിരുന്നു. അവനൊരു വലിയ സിനിമാക്കാരൻ വന്നേക്കുന്നു. എടാ പോട്ടെ, പ്രേം നസീർ എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്? അറിയില്ല. അതെ, എല്ലാവർക്കും ഞാൻ ലഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. വാ കഴിക്കാം. വേണ്ട, ആദ്യം ഇവിടെ പറഞ്ഞ ശ്രദ്ധിക്കും. പ്രേം നസീർ 720 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം പോട്ടെ, മാച്ച നീ വല്ല എഴുത്തുകാരനല്ലേ? MT വാസുദേവൻ നായർക്ക് തിരക്കഥയ്ക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയ ആദ്യത്തെ സിനിമ ഏത്? ലക്കി കുറച്ചാൾ മുമ്പ് വരെ MT ആരാ തകഴി ആരാന്ന് വേർതിരിച്ചറിയാത്തവനാണ്. അതൊക്കെ പണ്ട് എനിക്കിപ്പോൾ അതൊക്കെ അറിയാം. ഓളവും തീരവും 1970. മതി കളിയാ. നീ ഇനി സസ്പെൻസ് വിളിക്കുന്ന നിർത്തോ? സ്റ്റോപ്പ്. ഒരു കുന്തം അറിഞ്ഞൂടെ കൊടുക്കത്താകും. നിനക്കൊല്ലം അറിയാണ്ടോ? എനിക്കൊന്നും അറിയാനുമില്ല പറയാനുമില്ല. നേരത്തെ പറഞ്ഞോണ്ടിരുന്ന കാര്യമൊക്കെ മറന്നുപോയി. കുന്തം. ഞാൻ പോവാ. ഇതേ അവള് കഴിക്കാൻ കൊണ്ടാവും. കഴിക്കാം കഴിക്കാം. ചൈനീസ്. ഇതെന്താ പാമ്പിനെ തല്ലിക്കൊല്ലാനാ? അങ്ങനെയല്ല, തിരിച്ചു പിടിക്കും. അതെ, ഇത് ചൈനീസ് ഫുഡാ. ഇത് കൈ കൊണ്ട് കഴിച്ചാ പോരത്? എന്താ ഇത് DIG? ഇതെന്താ ഇഡ്ഡലിയാണോ കൈ കൊണ്ട് കഴിക്കാനായിട്ട്? ഇതേ ചൈനീസ് ഫുഡാണ്. ചോപ്പ് സ്റ്റിക്ക് വെച്ചിട്ടാണ് കഴിക്കാനായിട്ട്. ഓരോന്നിനും അതിൻ്റെതായ രീതിയില്ലേ? ചൈനീസ് സംസ്കാരത്തെ നമ്മൾ മാനിക്കണ്ടേ? മാനിക്കാം. അതാണ് ഇത് വെച്ചിട്ടാണ് കഴിക്കാനായിട്ട്. ഇത് ഇങ്ങനെ എടുത്തിട്ട് അടിപൊളി. ഇത് വെച്ചെങ്ങനെ കഴിക്കുക? ഇങ്ങനെയാണോ? യമ്മി. ആരാണ്? ഓ യമ്മി. Vacílalo.